നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ അന്വേഷണത്തിൽ തന്നെയാ. പക്ഷെ സ്വാതിക്ക് പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്. അവര് കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊണ്ടുപോവാ. കിരൺ സാറ് സ്വാതിയെ കാണാൻ പോയിട്ട് അന്വേഷണത്തിന് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. അമ്മ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ പോവാ. ഇതിപ്പോ ദുഷ്ടന്മാരുടെ ലോകം അമ്മ. നമ്മളെ പോലുള്ളവർക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. ദുഷ്ടരെ എന്നേക്കുമായി ദൈവം വളർത്തില്ല. അവർക്കുള്ള തിരിച്ചടി കിട്ടും. ഇല്ലമ്മേ, ഇപ്പൊ അവരുടെ കാല. പാവ എന്റെ മോൻ, അവന്റെ അവസ്ഥ ആലോചിക്കുമ്പോ ഹൃദയം പൊട്ട അമ്മേ. ഓരോ ദിവസം അവൻ പ്രതീക്ഷയോടെ ആലോചിക്കായിരിക്കുമല്ലേ, നാളെ നേരം വിളിക്കുമ്പോ വീട്ടിൽ പോകാൻ പറ്റുമെന്നൊക്കെ. ഒരിക്കലും അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിടണമെന്നൊക്കെ അവൻ അറിയുന്നില്ലല്ലോ അമ്മ. മോളെ, കരയാതെ. ഇടയ്ക്ക് ധൈര്യത്തിൽ നിന്നതല്ലേ നീ കരയരുത്. എന്റെ ധൈര്യമൊക്കെ പോയി അച്ഛമ്മേ. എന്റെ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് കാണില്ലായിരുന്നു. ആ ജ്യോത്സ്യം പറഞ്ഞതുപോലൊക്കെ തന്നെ സംഭവിക്കുന്നല്ലോ. അർജുന്റെ ജയിൽവാസം നേരത്തെ കുട്ടി പറഞ്ഞിരുന്നു. നമ്മള് ദൈവങ്ങളോടൊക്കെ എന്ത് തെറ്റാമ്മേ ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നായിട്ട് കഷ്ടതകളെ ദൈവം വിധിച്ചു തരികയല്ലേ. ഞാനാ അജുവേട്ടനെ നിർബന്ധിച്ച് ഈ കേസ് എടുപ്പിച്ചത്. ഞാനാ അപ്പൊ ഇതിന്റെ ഉത്തരവാദി. എന്റെ മോളെ, നീ ഇങ്ങനൊന്നും പറയില്ലേ. വിധിയായിട്ട് ഒരുക്കി വെച്ചതാ ഇതൊക്കെ. അനുഭവിക്കാൻ എന്റെ മോന് യോഗം കിടക്കുന്നു. ദൈവമേ, എന്റെ ഈ മക്കളെ അധികം കരയിക്കല്ലേ. സർ, അഡ്വക്കേറ്റ് അർജുനെതിരായ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കാണാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം വരട്ടെ. കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സർ, മറ്റൊരു കാര്യം, ഈ കേസിൽ SP കിരൺ സാറ് അനാവശ്യമായി ഇടപെടുന്നു എന്ന് ഞാൻ മുൻപ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അതിന് കൂടുതൽ ബലമേകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് അങ്ങനെ? എന്തിടപെടലാണ് SP നടത്തിയിരിക്കുന്നത്? എന്റെ അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളതാണ്. സർ, SP കിരൺ സാറ് ഇന്നലെ വിക്ടിമിനെ കാണാൻ ചെന്നിരുന്നു. ഇപ്പൊ ഈ അവസരത്തിൽ SP-ക്ക് വിക്ടിമിനെ കാണേണ്ട ഒരു ആവശ്യമില്ല. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്നോട് മുൻപ് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല സർ. ഇത് മനഃപൂർവ്വം കേസ് ഒതുക്കി തീർക്കാനും അതിജീവിതയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അതിജീവിതയെ കാണാൻ പാടുള്ളൂ. കോടതിയിൽ നിന്ന് യാതൊരു അനുവാദവും കൂടാതെ അവരെ കാണുകയും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കാൻ SP മനഃപൂർവ്വം ചെയ്തതാണെന്ന് വ്യക്തം. മാധ്യമങ്ങൾ അറിഞ്ഞാൽ വലിയ ചർച്ചയാവും. അവരെന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള പരാതി തന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല സർ. പക്ഷേ പരാതി പറഞ്ഞു. റെസ്ക്യൂ ഹോമിൽ നിന്ന് അവരെന്നെ വിളിച്ചിരുന്നു. SP അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നും പറഞ്ഞു. ഈ കേസിൽ അർജുനെ സഹായിക്കുന്ന രീതിയിലാണ് SP പെരുമാറുന്നത്. SP എന്ത് സഹായിക്കാനാണ്? ആ പെൺകുട്ടിയുടെ മൊഴിയല്ലേ കേസിന് അടിസ്ഥാനം. അതിനൊപ്പം ദൃക്സാക്ഷികളും ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. ഇനി ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റാനോ മറ്റോ ശ്രമം ഉണ്ടായെന്നാണോ താൻ പറയുന്നത്? അതെ സർ. സർ, SP അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കേസ് കോടതിയിൽ വരുമ്പോ നമുക്കെതിരായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും അയാളുടെ ശ്രമം. ഇത്രയും മാധ്യമ ശ്രദ്ധ കയറിയ കേസിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ പ്രഷർ ചെയ്താൽ മൊഴി മാറ്റി പറയുന്നതാണോ ഈ പെൺകുട്ടി? സോറി, അങ്ങനല്ല സർ. ഇത്തരം കേസുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് മീഡിയയിൽ വളരെ വലിയ വാർത്തയാവും. എന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പൊ തന്നെ ആവശ്യത്തിന് പ്രഷറുണ്ട്. പിന്നെ മറ്റൊരിടത്തും ഇല്ലാത്ത ചില സംഭവങ്ങൾ ഈ കേസിന് ആധാരമായി എനിക്ക് തോന്നുന്നുണ്ട്. ഈ കേസിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. ഇതൊരു സെൻസേഷൻ കേസായി മാറിയിരിക്കുക. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയായിരിക്കണമെന്നില്ല. കാരണം ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പരിശോധിച്ചു. അതിൽ കുറെ കാര്യങ്ങൾ ലിങ്ക് ആവുന്നില്ല. ഈ സ്വാതി എന്ന പെൺകുട്ടിയുടെ ഫാദർ ഒരു ക്രിമിനൽ കേസിൽ പെട്ട് ശിക്ഷ നേടി ജയിലിൽ കഴിയുകയാണ്. അവരുടെ പൂർവ്വകാല ചരിത്രം അത്ര നല്ലതല്ല. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം സ്വാതി അർജുനെതിരെ ഈ കേസ് ഫയൽ ചെയ്തതായിട്ട് ഞാൻ സംശയിക്കുന്നു. അർജുനെ കേസിൽ കൊടുക്കണമെന്ന് മറ്റാർക്കൊക്കെയോ നിർബന്ധമുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉണ്ടാകാൻ പാടില്ല. ഇത് ഞാൻ തന്നോട് പറയുന്നതാ. ശരി സർ. തനിക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല സർ, പരാതി കിട്ടി, അതിനനുസരിച്ച് നടപടിയെടുത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള പീഡന പരാതികളിൽ അത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് DGPയുടെ ഉത്തരവ്. അതിനൊന്നും താൻ കൂട്ടുപിടിക്കണ്ട. ഈ കേരളത്തിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലേതൊക്കെ എവിടെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ലിസ്റ്റ് എടുത്താൽ മനസ്സിലാവും. സർക്കാരിന്റെ താല്പര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്കറിയാം. സർ, ഈ കേസിന്റെ ഭാഗത്തു നിന്ന് അതീവ താല്പര്യം എല്ലായിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് അർജുൻ അകത്താകണമെന്ന് ആർക്കൊക്കെ നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു അനാവശ്യമായ തിടുക്കം ഈ കേസിന്റെ ഭാഗത്ത് നടന്നതായി ഞാൻ സംശയിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഞാൻ ലേറ്റായില്ലല്ലോ അല്ലേ? എനിക്ക് ബാർ കൗൺസിൽ നല്ല പ്രഷറുണ്ട്. നമ്മുടെ ഒപ്പം പലതവണ സഹകരിച്ച ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് അർജുൻ. പല കേസുകളിലും സർക്കാരിനെതിരായും അല്ലാതെയും കോടതിയിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറായ അഡ്വക്കേറ്റ് അർജുനെ ഒരു കേസിൽ വിചാരണ നടത്തുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. വളരെ സൂക്ഷിച്ച് ഫ്രെയിം ചെയ്തില്ലെങ്കിൽ കോടതിയിൽ പോലീസിന് നാണക്കേടുണ്ടാകും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. പെൺകുട്ടിയുടെ മൊഴിയും മറ്റ് റിപ്പോർട്ടുകളും ഞാൻ കണ്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സർ. സ്വാതി എന്ന പെൺകുട്ടി മുൻപ് മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഒരു പെൺകുട്ടി സ്വന്തം മാനാഭിമാനത്തെ ബലികഴിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യൂ. അത് ശരിയാണ്. ഒരു പെൺകുട്ടി സ്വയം മുന്നോട്ട് വരുമ്പോ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷെ ഈ കേസിലെ നാൾവഴികൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ അവിശ്വസനീയമായി തോന്നാം. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയുടെ മകൾ സമൂഹത്തിലെ ഉന്നതനായ ഒരു വക്കീലിനെ, അതും ജഡ്ജിമാരുടെ പാനലിലുള്ള ഒരു വക്കീലിനെ പരിചയപ്പെടുന്നു. അവരൊന്നിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു. ആ പോയ സ്ഥലങ്ങളിലെല്ലാം വ്യക്തമായ തെളിവുകൾ അവശേഷിപ്പിച്ച അവര് പോയിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്നൊരു പരാതിയുമായി അവള് രംഗത്ത് വരുന്നു. മോശമായി പെരുമാറുന്ന ഒരാളുമായി ഇത്രയും അടുത്ത് പെരുമാറാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു? അവളുടെ നിവൃത്തികേടിൽ അങ്ങനെ ചെയ്തെന്ന് പറയാം. പക്ഷെ പല സ്ഥലങ്ങളിലും വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, അർജുനൊപ്പം പോയ സ്വാതി എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര സന്തോഷവതിയായിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അർജുൻ അവളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അയാൾ അവളെ ബുദ്ധിപൂർവ്വം കൊണ്ടു നടന്ന് അവളെ വശീകരിച്ചു. അയാൾക്ക് അവളോടൊരു താല്പര്യം തോന്നിയിട്ട് പിന്നെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ വാദിക്കാമെന്ന് അയാൾ ഏറ്റു. അതിനുശേഷമുണ്ടായ പല സംഭവങ്ങളും വളരെ വ്യക്തമായി അവളുടെ മൊഴിയിലുണ്ടല്ലോ സർ. ഇതൊക്കെ കോടതിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും അർജുനു വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ് നന്ദഗോപൻ തന്നെ വരാനാണ് സാധ്യത. പിന്നെ അയാൾ ജൂനിയേഴ്സും നല്ല അഡ്വക്കേറ്റ്സ് ആണ്. കൃത്യമായ ഒരു ലൂപ്പോളും ഇല്ലാതെ കേസ് പ്രസന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയൂ. നിങ്ങൾ എന്തായാലും അർജുനെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്യും. അതുകൂടാതെ അയാളുടെ വീട്ടിലുള്ളവരുടെ ചില മൊഴികളും രേഖപ്പെടുത്തേണ്ടി വരും. അതിന് എല്ലാ സഹായങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് ഞാൻ നേരിട്ട് പോയി ചെയ്തോളാം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവില്ല. എല്ലാ സഹായങ്ങളും ഞാൻ ഉറപ്പു തരുന്നു. ജോർജ് കുട്ടി ചേട്ടൻ ഒറ്റ ആളാ അർജുനേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഞാൻ എന്ത് ചെയ്തു സ്നേഹ? ഞാൻ എന്ത് ചെയ്തുന്നോ? ജോർജ് കുട്ടി ചേട്ടനല്ലേ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അന്നേ പറഞ്ഞതാ ഇനി അർജുൻ സാറ് പുതിയ കേസ് ഒന്നും എടുക്കുന്നില്ലാന്ന്. അപ്പൊ ജോർജ് കുട്ടി ചേട്ടൻ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? അർജുൻ സാറിന്റെ ജീവിതം ഈ അവസ്ഥയിലായി. സ്നേഹ, പൂജാ മേഡം കൂടി പറഞ്ഞിട്ടാ അർജുൻ സാർ ഈ കേസ് എടുത്തത്. ജോർജ് കുട്ടി ചേട്ടൻ അവളെ ഇവിടെ വിളിച്ചോണ്ട് വന്നതുകൊണ്ടല്ലേ ആ പെണ്ണിനെ അർജുൻ സാർ കണ്ടതും പൂജേച്ചി റെക്കമെൻഡ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാളായി ഇതിനൊക്കെ കാരണമെന്ന്. സ്നേഹ, സാറിന്റെ അവസ്ഥയിൽ ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. അപ്പൊ അതെ കുറ്റം കൂടെ എന്റെ തലയെ കൊണ്ട് വയ്ക്കരുത്.